ഇൻസ്റ്റാഗ്രാമിൽ പ്രണയം നടിച്ചുള്ള പീഡനം. ഇത് പീഡനമൊന്നുമല്ല. പെൺകുട്ടിയും കൂടി അറിഞ്ഞു വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും, പ്രണയത്തിലാവും. ലാസ്റ്റ് ഈ ചെറുക്കന്മാർ വിളിക്കുന്നിടത്തിലുള്ള പെൺകുട്ടികൾ അങ്ങോട്ട് കയറൂരി വേണം അങ്ങ് പോവും. വീട്ടിലും കള്ളം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചും അവരവരുടെ പാട്ടിന് അങ്ങോട്ട് പോവും. ആണുങ്ങളത് മുതലാക്കും. ഇവരെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇവളെ പീഡിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഇവൾക്ക് എന്താ അറിയത്തില്ല, ഇവളെന്താ വായിൽ പഴം തിരി വെച്ചേക്കുവാണോ, അവളോർ മിണ്ടാണ്ട് എന്നാ എന്നെ പീഡിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ പറയണം എനിക്ക് സൗകര്യമില്ല, എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്, അല്ലെങ്കിൽ എന്നെ എടുത്തെടുത്ത് കൊണ്ടാക്ക് എന്ന് പറയണം. എന്തിനാ നീ കണ്ട ആണുങ്ങളൊക്കെ അപ്പം തന്നെ കാണുന്നവൻ്റെ കൂടെ അപ്പം തന്നെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യമുണ്ടോ? എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ അയ്യോ എന്നെ പീഡിപ്പിച്ചേ എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കണം. എന്തായാലും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണ് എന്ന് ആ കുട്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനൊന്നും നടക്കാൻ പാടില്ല, എൻ്റെ വീട്ടുകാർ അറിഞ്ഞ പ്രശ്നമാണ്, എന്തായാലും 17-ാം 18-ാം വയസ്സിൽ ഞാൻ എന്തായാലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല, എന്നെ എന്നാ പിടിപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കരുതെന്ന് അറിയാമല്ലോ. ഇത് നമ്മൾ പറഞ്ഞാൽ പറയും അയ്യോ വിക്റ്റിം ബ്ലെയിമിങ് ആണെന്ന് പറയും. കുട്ടികൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പെൺകുട്ടികൾക്ക് നന്നായിട്ട് അറിയാം ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. പക്ഷെ അവരത് എൻജോയ് ചെയ്യുവാണ്. സത്യം പറഞ്ഞാൽ ലാസ്റ്റ് കുറ്റം വരുമ്പോൾ ഈ കുട്ടികൾ പെണ്ണുങ്ങൾ പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് ചെറുക്കന്മാരുടെ പേരിൽ മാത്രമാവും അതൊരു പോക്സോ കേസായിട്ട് മാറും. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? പോക്സോ കേസായിട്ട് ഈ ആണുങ്ങൾക്ക് മാത്രം ശിക്ഷ കൊടുക്കരുത്, രണ്ടുപേരും ഒരുമിച്ച് ശിക്ഷിക്കണം. കാരണം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന തെറ്റല്ലേ. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ശിക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ഒരുപാട് കേസായി, ഒരു കേസോ 2 കേസോ അല്ല. പെൺകുട്ടികൾ എന്താ കണ്ടിട്ട് പഠിക്കുന്നില്ലേ? ഇത്രയും കേസുകൾ ഇവിടെ നടന്നിട്ട് കണ്ടിട്ട് പഠിക്കുന്നില്ലേ? ദിവ്യ പ്രണയമൊന്നും ആർക്കും ആരോടും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി, ഒരു 3-4-5 വർഷം കൂടി കാത്തിരിക്കാൻ പറ്റത്തില്ലേ ഇവർക്ക്? ഉടനടി ഓട്ടിപ്പോയിട്ട് ബൈക്കും കൊണ്ട് പോയിട്ട് ഓടിച്ചെന്ന് ആളൊഴിഞ്ഞ് വീട്ടിൽ കയറി കൊടുക്കണമെന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും.